ഈ ജനലിലൂടെ വെയിൽ വല്ലാതെ അകത്തേക്ക് വരുന്നു. ആ കർട്ടൻ നീക്കിയിട്ടാലോ? ജനാല അടഞ്ഞിട്ടതല്ലേ, പിന്നെങ്ങനെയാ വെയിലുള്ളിലെത്തുന്നത്? ചില്ലുജനലായതുകൊണ്ട് പ്രകാശം ഉള്ളിൽ കടക്കുമല്ലോ. മുറിയിലേക്ക് സൂര്യപ്രകാശം വരുന്നത് തടയാനാണ് കർട്ടൻ നീക്കിയിടാൻ പറയുന്നത്. പ്രകാശം കടന്നുപോകുന്നതിനെ അടിസ്ഥാനമാക്കി വസ്തുക്കളെ 3 തരമായി തിരിക്കാം, അല്ലേ? അതെ, നന്നായി പ്രകാശത്തെ കടത്തിവിടുന്നവയാണ് സുതാര്യ വസ്തുക്കൾ, ട്രാൻസ്പാരന്റ്. ഉദാഹരണത്തിന് ജനൽ ചില്ല്, ശുദ്ധജലം. പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്നവയെ അർദ്ധതാര്യ വസ്തുക്കൾ, ട്രാൻസ്ലൂസന്റ് എന്ന് പറയും. ഉദാഹരണത്തിന് ബട്ടർ പേപ്പർ, ഉരച്ച ഗ്ലാസ്. ഒട്ടും കടത്തിവിടാത്തവയോ? അവയാണ് അതാര്യ വസ്തുക്കൾ, ഒപ്പേക്ക്. ഉദാഹരണത്തിന് മരക്കട്ട. ഒരു സുതാര്യ വസ്തുവിൽ കരി പുരട്ടി അതാര്യമാക്കാൻ കഴിയുമെന്നും നമ്മൾ പഠിച്ചു, അല്ലേ? നമ്മൾ എങ്ങനെയാണൊരു പുസ്തകം കാണുന്നത്? ഏതെങ്കിലും ഒരു പ്രകാശസ്രോതസ്സിൽ ബൾബ് പോലെ നിന്നുവരുന്ന പ്രകാശം പുസ്തകത്തിൽ തട്ടി പ്രതിപതിച്ച് തിരിച്ചുവന്ന് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. അപ്പോൾ ബൾബ് പോലുള്ള പ്രകാശസ്രോതസ്സുകളോ? അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് അവയെ കാണുന്നത്. അതായത് പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം. ഈ പ്രതിപതനം 2 തരത്തിലുണ്ടല്ലേ? അതെ, ക്രമപ്രതിപതനം, റെഗുലർ റിഫ്ലക്ഷൻ എന്നും വിസരിത പ്രതിപതനം, ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്നും. കണ്ണാടി പോലുള്ള മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപതിക്കുന്നതാണ് ക്രമപ്രതിപതനം. ശരിയാണ്. എന്നാൽ പേപ്പർ പോലുള്ള പരുപരുത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്ക് ചിതറിത്തെരിക്കുന്നതാണ് വിസരിത പ്രതിപതനം. പ്രതിപതനത്തിന് നിയമങ്ങളുണ്ടെന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പതനകോണും പ്രതിപതനകോണും എപ്പോഴും തുല്യമായിരിക്കുമെന്നതാണ് ഒരു നിയമം, അല്ലേ? കൃത്യം. പതനരശ്മി, പ്രതിപതനരശ്മി, ലംബം എന്നിവയെല്ലാം ഒരേ തലത്തിലായിരിക്കണമെന്നതാണ് മറ്റേ നിയമം. മുഖം നോക്കുന്ന കണ്ണാടി സമതല ദർപ്പണം വെച്ചു നോക്കിയാൽ നമ്മുടെ പ്രതിബിംബം കാണാമല്ലോ. അതെ, അതിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ വലതുഭാഗം പ്രതിബിംബത്തിൽ ഇടതുഭാഗമായും ഇടതുഭാഗം വലതുഭാഗമായും കാണുന്ന പാർശ്വവിപര്യം, ലാറ്ററൽ ഇൻവേർഷൻ. അതുകൊണ്ടാണ് ആംബുലൻസ് എന്ന വാക്ക് വാഹനത്തിൽ തിരിച്ചെഴുതുന്നത്. പിന്നെ വസ്തുവിൽ നിന്ന് കണ്ണാടിയിലേക്കുള്ള ദൂരവും കണ്ണാടിയിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. അതുപോലെ വസ്തുവിന്റെയും പ്രതിബിംബത്തിന്റെയും വലിപ്പവും തുല്യമായിരിക്കും. ഒന്നിലധികം കണ്ണാടികൾ വെച്ചു നോക്കിയാൽ ഒരുപാട് പ്രതിബിംബങ്ങൾ കാണാമല്ലോ. അതാണ് ആവർത്തന പ്രതിപകരണം, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഈ തത്വം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നിവയാണ്. മുങ്ങിക്കപ്പലുകളിലെ നാവികർക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ പെരിസ്കോപ്പ് ഉപകാരപ്രദമാണ്. രാധേ, രാത്രിയിൽ നഗരങ്ങളിലെയും പാർക്കുകളിലെയും അമിതമായ കൃത്രിമ വെളിച്ചം ഒരു പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ടോ? അമിതമായ പ്രകാശം ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന പ്രകാശ മലിനീകരണം, ലൈറ്റ് പൊല്യൂഷനാണോ അത്? അതെ, ഇത് മൂങ്ങകളെപ്പോലെ രാത്രിയിൽ ഇര തേടുന്ന ജീവികൾക്ക് ദോഷകരമാണ്. കൂടാതെ നമുക്ക് രാത്രിയിലെ നക്ഷത്രങ്ങളെയും ആകാശക്കാഴ്ചകളെയും കാണാനും ഇത് തടസ്സമുണ്ടാക്കും. പാഠഭാഗത്തെ പ്രധാന കാര്യങ്ങളെല്ലാം ഈ ചർച്ചയിലൂടെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞല്ലോ രാജു. അതെ രാധേ, ഇത് ഒരു നല്ല പഠനമാർഗമാണ്.